ഹലോ, അടുത്തെന്താ? എലിപ്സ്, എലിപ്സ്. 4 ഹൈപ്പർബോള. അപ്പൊ ഇത് ഓരോന്ന് കട്ട് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടും ട്ടോ. ഇതാണ് കോണിക് സെക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഒരു ഇക്വേഷൻ, എല്ലാത്തിനും ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ. എസെൻട്രിസിറ്റിന്റെ വാല്യൂ അനുസരിച്ചാണ് ഓരോന്നും മാറുന്നത്. എസെൻട്രിസിറ്റി എസെൻട്രിസിറ്റി 1 കൂടുതലായാൽ ഹൈപ്പർബോള വരും. എസെൻട്രിസിറ്റി 1 ആയാൽ പാരാബോള വരും കേട്ടോ. എസെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആയാൽ സർക്കിൾ വരും. അങ്ങനെ ഓരോ എസെൻട്രിസിറ്റി അനുസരിച്ചിട്ടാണ് വാല്യൂ വരിക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സർക്കിളാണ് നോക്കുക. സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെ വരാം? ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് ഒറിജിൻ 0 0 ആകുമ്പോൾ എങ്ങനെ വരാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സെൻട്രലിലോട്ട് പാസ് ചെയ്യുന്ന ഒറിജിൻ 0 0 ആകുമ്പോഴുള്ള സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, ആർ ഇസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇതൊന്ന് എഴുതിക്കണം. ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് പഠിച്ചില്ലേ? സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ ഇക്വേഷൻ എങ്ങനെയാണ്? ജനറൽ ഇക്വേഷൻ ax plus by plus ഈക്വൽ ടു 0. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ലേ? ഇത് ലീനിയർ ഇക്വേഷനാണ്. എക്സിന്റെ മുകളിൽ സ്ക്വയർ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലാക്കണം. എക്സിന്റെ മുകളിലും വൈന്റെ മുകളിലും സ്ക്വയർ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും കോണിക് സെക്ഷനിലുള്ള ഒരു സംഭവം ആയിരിക്കട്ടെ. അങ്ങനെ മനസ്സിലാക്കാം. ഇനി ജനറൽ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എങ്ങനെ വരാം? ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പിന്നെ 2gx എക്സ് പിന്നെ അടുത്ത 2fy പ്ലസ് c ഈക്വൽ ടു 0. ഓക്കെ, ജനറൽ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. അപ്പൊ ഇതിന്റെ സെന്റർ എന്തായിരിക്കും? സർക്കിൾ വെക്കം സെന്റർ മൈനസ് g മൈനസ് f കൂട്ടാം. r എങ്ങനെ കണ്ടുപിടിക്കും? r is equal to radius of the circle g square plus h square minus c. ഇക്വേഷൻ പഠിക്കണം. നമുക്ക് സർക്കിൾസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. കോണിക് സെക്ഷന് ജെയിമിന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, കീമിന് 5-6 ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. പിന്നെ സാധാരണ ബോർഡ് എക്സാമിന് എത്ര 6 മാർക്കിനായിട്ട് ചോദിക്കാം? 6 8 നോക്കണം. ഇത് പ്രീവിയസ് ഇയർ നോക്കണം.
Find the equation of the circle. Find the equation of the circle whose center is 1, 1 and the radius 2, 2. സെൻറ്റർ 1, 1 റേഡിയസ് √2 ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എഴുതാനാ പറയും. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഇതറിയോ? എച്ച് മൈനസ് എക്സ് സ്ക്വയർ ആർ സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ √2 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യണം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അതേപോലെ ഇവിടെ 2x പ്ലസ് 1 വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 സ്ക്വയർ 2 എന്ന് വെച്ചാൽ √2 × √2 അതായത് 2y കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് ജനറൽ ഇക്വേഷനിലെ രൂപത്തിലാക്കണം? ഇങ്ങനെ ആക്കണം. അതായത് ഫസ്റ്റ് എക്സ് സ്ക്വയർ പിന്നെ വൈ സ്ക്വയർ പിന്നെ എക്സിന്റെ ടേം പിന്നെ വൈൻ്റെ ടേം പിന്നെ കോൺസ്റ്റന്റ് ഒരു നമ്പർ ഉണ്ടാവും. ഇങ്ങനെയാണ് ജനറൽ രൂപം. അപ്പോൾ ഫസ്റ്റ് എക്സ് സ്ക്വയർ എഴുതി, പിന്നെ അടുത്ത വൈ സ്ക്വയർ എഴുതാം, പിന്നെ എക്സിന്റെ ടേം -2x പിന്നെ വൈൻ്റെ ടേം. ഓക്കെ, പിന്നെ ഈ രണ്ട് കോൺസ്റ്റന്റ് കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടും. ഈ 2 ഇപ്പുറം വരുമ്പോൾ 2 - 2 0 ആയിട്ട്. ഇതാണ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെൻറ്റർ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ തന്നെയാണ് ക്വസ്റ്റ്യൻ. സെൻറ്റർ 1/2 1/4 റേഡിയസ് 1/12 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ ചെയ്ത പോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. ഫൈൻഡ് ദി സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. എക്സ് പ്ലസ് എ ക്വസ്റ്റ്യൻ ആണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ y minus 3 whole square equal to 36. Big question. X square plus y square minus 8x plus 10y minus 12 equal to 0. C question. X square plus y square minus 4x minus 8y minus 45 equal to 0. D question. 2x square plus 2y square minus x equal to 0. ഇത് സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ആൻസർ കിട്ടിയോ? ഒന്നാമത്തെ -5 3 ഇത് ഇതിന്റെ റേഡിയസ് എത്ര വരും? ഇല്ല, രണ്ടിന്റെ എന്ത് വരും? സെന്റർ -5 3 -5 3 റേഡിയസ് 6. ഓക്കെ, അങ്ങനെ ബിന്റെയോ? -8 -10 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻ കിട്ടിയാൽ 2gx plus 2fy ജനറൽ ഇക്വേഷൻ കിട്ടിയിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താക്കണം എന്നറിയാം? ഇതിന്റെ പകുതി എടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സെന്റർ -g - f ആണ്. റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? √g² + f² - c ആണ്. ഈ രണ്ട് ഇക്വേഷൻ നോക്കണം.
അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x പ്ലസ് 10y മൈനസ് 12 സർക്കിൾ. അപ്പോൾ ഇതിന്റെ മൈനസ് 8xന്റെ പകുതി എത്ര? -4x. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ആൻസർ 4. ഇതോ 10ന്റെ പകുതി എത്ര? 5. അപ്പൊ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അപ്പൊ ആൻസർ ഓക്കെ അല്ലേ? റേഡിയസോ 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആവും. പ്ലസ് 5 സ്ക്വയർ മൈനസ് എത്ര? മൈനസ് 2. 16 പ്ലസ് 25 മൈനസ് പ്ലസ് 12. ഓക്കെ. എത്ര വരും? 53. എത്ര? 53. √53. അതേപോലെ ഇത് ചെയ്തു. Question എന്താ? x square plus y square minus 4x minus 8y minus 43. X square plus y square minus 4x. Center 2. 44. അപ്പൊ സെന്റർ എത്ര? 2, 4. സെന്റർ മൈനസ് ജി മൈനസ് എഫ് ആണ്. അതായത് ഇത് 2gx ആണ്. 2gx ഈക്വൽ ടു മൈനസ് 4x. കട്ട് ചെയ്യുമ്പോൾ ജി എത്ര വരും? 2 വരും. ഓക്കെ. 2, 4 വരും. ഓക്കെ. സെന്റർ എത്ര? 2, 4. ഇനി ഇതിന്റെ റേഡിയസ് എത്ര വരും? ജി സ്ക്വയർ മൈനസ് സി. 3 സ്ക്വയർ 4 പ്ലസ് എഫ് സ്ക്വയർ 4 65. √65. മൈനസ് 45. ഇങ്ങനെ വരും കേട്ടോ. 2 മൈനസ് പ്ലസ് ആയിട്ട് √65 ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് √65. ഓക്കെ. നേരെ മറിച്ച് സെന്ററും തരൂ റേഡിയസും തരൂ. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് ആക്കാനും എഴുതാൻ പഠിക്കും കേട്ടോ. ചെയ്യണ്ടല്ലോ. നേരത്തെ ചെയ്യണ്ടേ? ഇനി ഇതെങ്ങനെ ചെയ്യാം? 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് എക്സ് അല്ലേ? ഇതെങ്ങനെ ചെയ്യാം? ഇത് ജനറൽ അല്ല. അപ്പൊ ഇവിടെ മുമ്പിൽ 2 വന്നതിന് നമ്മൾ എന്താക്കണം? ഡിവൈഡ് ബൈ 2 ആക്കാം. ഓക്കെ. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ആയി 2/2 1 പ്ലസ് വൈ സ്ക്വയർ എന്തോ ഇതിങ്ങനെ ചെയ്തു. ഇങ്ങനെ കാണിച്ചു ഫുള്ളായിട്ട് ഡിവൈഡ് ബൈ 2 വയ്ക്കാം. ഓക്കെ. അപ്പൊ LHS ചെയ്യുമ്പോൾ RHS ചെയ്യണം. RHS 0 ആയതുകൊണ്ട് 0/2 0 തന്നെ ആയി കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് x/2 0. ഇതാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ. ഈ സർക്കിൾ ഇക്വേഷൻ. സർക്കിൾ നമുക്ക് എന്താണ്? മൈനസ് gx മൈനസ് എഫ് ആണ്. ഓക്കെ. എഫിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് 0 ആയിരിക്കും. മനസ്സിലായോ? ജി എത്ര വരും? x/2. x square plus y square plus 2gx plus 2fy plus c equal to 0. 2gx ആണ്. ഓക്കെ. x/2 വരെ. g എത്ര വരും? x വരും. ഓക്കെ. പ്ലസ് 1/2 വരും. അല്ല 1/4 വരും. സോറി.
ഫസ്റ്റ് വേർഡ് 1/4. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ 1/4 0 സെൻറ്റർ കിട്ടും. പിന്നെ റേഡിയസും g² പ്ലസ് f² മൈനസ് c. ഇവിടെ c ഒന്നും ഇല്ല, f ഇല്ല. അപ്പൊ g² എത്ര വരും? 1/4 സ്ക്വയർ വരും. അതായത് 1/4. റേഡിയസ് എത്ര? 1/4. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ സെൻറ്റർ 1/4 0. ഇത് കൂടെ 1/4 ആണ്. നമുക്ക് അടുത്തത് ഇനി ഇത് ക്വസ്റ്റ്യൻ എക്സസൈസ് 10.1 എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം. സിമ്പിൾ ആണ്. കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, നമുക്ക് പാരാബോളയിലേക്ക് എടുക്കാം. പാരാബോളിന്റെ ടെർമിനോളജി നമുക്ക് പഠിക്കണം. ഫസ്റ്റ് നമ്മൾ ജനറൽ പാരാബോള y² = 4x ആണ്. y² = 4x. അപ്പൊ y² എന്ന് കണ്ടാൽ അതൊരു y-ന്റെ ടേമിന്റെ മുകളിൽ പവറും x-ന്റെ ടേമിൽ 1 ആണെങ്കിൽ അത് പാരാബോള എന്ന് മനസ്സിലാക്കണം. y² = 4x എന്ന് പറഞ്ഞാൽ റൈറ്റ് പാരാബോള. ഓക്കെ, ഇതാണ് പാരാബോള. അപ്പൊ ഇത് ഈ ലൈൻ എന്ത് പറയും? ഡയറക്ട്രിക്സ് എന്ന് പറയും. ഡയറക്ട്രിക്സ് ഈ ലൈൻ. ഇത് വെർട്ടിസ്. ഈ പോയിന്റ് ആണ്. ഇവിടെ ഫോക്കസ് ഉണ്ടാവും. എന്തുണ്ടാവും? ഇതാണ് ആക്സിസ്. സെൻട്രലോട്ട് പോകുന്നതാണ് ആക്സിസ്. ഈ ലൈനില്ല ആക്സിസ്. ഇങ്ങനെ പോകുന്നത് ആക്സിസ്. ഓക്കെ, അപ്പൊ y² = 4x എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ ടേമിനായില്ലേ? അപ്പൊ ഇവിടെ ഫോക്കസ് ഞാൻ a, ഇവിടെ a അല്ലേ? a,0 വരും. ഓക്കെ, x എന്ന് വെച്ചാൽ -xx ആണ്. y ഡാഷ്. അപ്പൊ ഇവിടെ ഒറിജിൻ, ഇവിടെ ഒരു ലൈൻ പോകും. അതിനാണ് ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് വെച്ച് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ത് വരും? x plus a = 0. x minus x = -a എന്ന് എഴുതാം. ഇങ്ങനെ രണ്ടും ആണെങ്കിൽ എഴുതാം കേട്ടാ. മനസ്സിലായോ? y² = 4x ന്റെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? ഇതൊരു ലൈനാണ്. ലൈൻ കണ്ട ax + by + c = 0. x - ഇത് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, ചോദിക്കാം. ലെഫ്റ്റ് പാരാബോളിന്റെ ഇതേപോലെ പറയാൻ പറ്റും. അപ്പൊ എങ്ങനെ വരാം? y² = -4ax. -4ax. ഫോക്കസ് എന്ത് വരും? -a0. -a0. ഡയറക്ട്രിക്സ് a. x = a. അതായത് x - a = 0. ഓക്കെ, ഡയറക്ട്രിക്സ് ഇക്വേഷൻ ചോദിക്കും. ഡയറക്ട്രിക്സ് ഇക്വേഷൻ. പിന്നെ ഫോക്കസ് ചോദിക്കും. അപ്പൊ ഈ പാരാബോളന്റെ ഇതെന്താ? ഇക്വേഷൻ ഓഫ് ദ പാരാബോളിന് y² = -4x. ഓക്കെ അല്ലേ? ഇനി അപ്പർ പാരാബോൾ എങ്ങനെ വരാം? അപ്പർ പാരാബോൾ
അപ്പർ പരാബോള എങ്ങനെയാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay അല്ല. അപ്പൊ ഇവിടെ ഫോക്കസ് എന്ത് വരും? 0a. 0a y ആക്സിസ് ആയതുകൊണ്ട്. Mm. അപ്പോൾ ഡയറക്ട്രിക്സ് എവിടെ വരാം? ഡയറക്ട്രിക്സ് ഇവിടെ. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ പറ. -a. ഏത് ഈക്വൽ ടു എ മൈനസ് എ? y equal to -a. y ഈസ് ഈക്വൽ ടു മൈനസ് എ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം, y പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് ഇത്രയും എഴുതാൻ കഴിയും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പരാബോള എന്നെങ്ങനെ മനസ്സിലാവും? ഏതെങ്കിലും ഒരു എക്സിന്റെ ടേം സ്ക്വയർ ഉണ്ടാവും, മറ്റേത് എന്തുണ്ടാവും? ലീനിയർ ആയിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഇക്വേഷൻ കണ്ടിട്ട് മനസ്സിലാവണം. ഓൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആർ പരാബോള. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എല്ലാം എന്താ? ഷേപ്പ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ? ഗ്രാഫിന്റെ ഷേപ്പ് എന്താ? പരാബോള. അതായത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ പരാബോള ആയിരിക്കും. ഇനി എ വൈ സ്ക്വയർ പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? പരാബോള. ഇനി അടുത്ത ഒന്നും കൂടി ഇല്ലേ? ഡൗൺ പരാബോൾ. അങ്ങനെ പറയാം. x square equal to -4ay. x square is equal to -4ay. നെഗറ്റീവ് ആക്സിസിൽ ഉണ്ടാകും. അപ്പൊ അതിന് ഫോക്കസ് എത്ര വരും? 0 - a. 0 - a. ഡയറക്ട്രിക്സ് y equal to a. നേരത്തെ തന്നെ എഴുതിയിട്ടില്ലേ? പറഞ്ഞാൽ നമുക്ക് പരാബോള സോൾവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതാ. പിന്നെ നമ്മളൊരു സംഭവം പറയാൻ വിട്ടുപോയി. ഇതിന് എന്തോ ഒരു ലാക്ടസ് റെക്റ്റ് എന്ന് പറയും. എന്ത്? അപ്പൊ ഇത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റത്തിന്റെ ഇത് എത്ര വരും? 2a വരും കേട്ടോ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ 4a എന്നാ പഠിച്ചത്. 4a, സോറി 4a. ഇത് 2a ആണ്, ഇതും 2a ആണ്. ടോട്ടല് 4a. ഇനി y square equal to 8x. Find the coordinates of focus. പിന്നെ axis of the equation. Axis, the equation of the directrix. Axis, the equation of directrix. കണ്ടുപിടിക്കുമോ? y square equal to 8x ന്റെ ഇത് എത്ര? ഏതാ പരാബോള വരാം? ജനറൽ സാധാരണ പരാബോള. നമ്മൾ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. y square equal to 4ax. അപ്പൊ ഇതും ഇത് ഇക്വേറ്റ് ഇല്ല. 8x equal to 4ax. എക്സും എക്സും കട്ട് a is equal to 8/4. 2 കൂട്ടി. അപ്പൊ ഫോക്കസ് എന്താ? y square equal to 4x ആണ് ഈ പരാബോള. അപ്പൊ ഫോക്കസ് എന്ത് വരും? -20. -2 ആണ്. ഓക്കെ, 20. ഇനി x equal to ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ
എക്സ് ഈക്വൽ ടു -2. അപ്പോൾ അതായത് എക്സ് പ്ലസ് എ 2 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. മനസ്സിലാവുന്നില്ല? ഉണ്ട്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ 0, എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഓക്കെ. പിന്നെ അടുത്തെന്താ? The length of the lattice rectangle എത്രയാണ്? 8x 8 ആണ് വരുന്നത്. 4 അത് 8. ഈ ലെങ്ത് എത്രയാണ്? 4 8 ട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ. ഇതൊക്കെ അല്ലേ? അപ്പൊ ചിത്രമെല്ലാം വരച്ചിട്ട് തന്നെ ചെയ്തോട്ടാ. Find the equation of parabola with focus 2,0 and directrix x equal to -2. Focus 2,0 എന്ന് പറഞ്ഞാൽ ഏത് പാരാബോള ഇരിക്കും? ഫസ്റ്റ് പാരാബോള. അപ്പോൾ 2,0 x equal to -2 ആകുമ്പോൾ ഇത്. അപ്പോൾ y square equal to 4ax. a 32 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y square equal to 8ax അല്ലേ? 8x. y square equal to 8x. ഇത് ഇങ്ങനെ എഴുതൂലേ? ഇത് എഴുതിയാ? അടുത്ത ക്വസ്റ്റ്യൻ. Find the equation of the parabola. Vertices 0, 0. Vertices 0, 0. Vertices 0, 0 എന്ന് വെച്ചാൽ ഈ പോയിന്റ് 0 ഒറിജിനിലോട്ട് പാസ് ചെയ്യുന്നു. ഫോക്കസ് 0, 2 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ vertices 0, 0 ഫോക്കസ് 0, 2 എന്ന് പറയുമ്പോൾ ഏത് വേരിയബിൾ ആയിരിക്കും? y square equal to ഇങ്ങനെ ഈ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്യുക. ഫോക്കസ് പാരാബോൾ ഇങ്ങനത്തെ പാരാബോൾ. ഓക്കെ. അപ്പൊ ഇത് ഏതായിരിക്കും? x square equal to 4a. എത്ര 2? x square equal to 8y. മനസ്സിലായോ? ഓക്കെ. ഇത് വെർട്ടിസ്. ഡയറക്ട്രിക്സ് ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചത് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. Find the equation of the parabola. Find the equation of the parabola which is symmetric about y-axis and passing through the point point 2, -3. y-axis സിമെട്രിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് വേരിയബിൾ ഏതായിരിക്കും? സിമെട്രിക് എന്ന് ബയോളജി പഠിച്ചിട്ടില്ലേ? ഒരു ഭാഗം കട്ട് ചെയ്താൽ ലെഫ്റ്റും റൈറ്റും വരും. അതേപോലെ തന്നെ അപ്പൊ സാധനം y-ആക്സിന് ഏതാകുമ്പോ ഏത് വേരിയബിൾ ആയിരിക്കും? അപ്പർ ആയിരിക്കും കേട്ടോ. x square equal to 4ay ആയിരിക്കും or x square equal to -4ay. ഇതിലേതാണ് എങ്ങനെ തിരിയാ? ഇത് കിട്ടി. y-ആക്സിൽ സിമെട്രിക് ആണെന്ന് പറയുമ്പോൾ അപ്പറോ ഡൗൺവേർഡ് ആയിരിക്കും.
അതിന് പിന്നെ പറയുന്നത് പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, -3. അത് ഏത് എക്സിലാ നോക്കൂ. 2, -3 ഏത് എക്സിലാ? പ്ലസ് പ്ലസ് ഇടാം. ഇതെന്താ മൈനസ് പ്ലസ് അടുത്ത മൈനസ് 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 അടുത്ത പ്ലസ് മൈനസ്. അപ്പൊ ഈ ആക്സില അപ്പൊ ഇങ്ങനെ പരാബോള പോകുന്നുണ്ട്. പാസിംഗ് ത്രൂ ദ പരാബോള എന്ന് വെച്ചാൽ ഇക്വേഷൻ ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ ഇത് ഡൗൺവേർഡ് പരാബോള. ഓക്കെ, നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എക്സും വൈയും എന്തൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പൊ അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ആൻഡ് വൈ ദിസ് ഇക്വേഷൻ. അപ്പൊ എന്ത് വരും? എക്സിന് 2 ആണ്, വൈ എത്ര? -3 ആണ്. നമുക്ക് എ കിട്ടിയാൽ മതി. 2² = 4a into -3 വരും. 4 = -a ഇങ്ങനെ വരും. അപ്പൊ a is equal to 4/4 into 3 വരും. അതായത് 1/3. a 1/3 കിട്ടിയാൽ എഴുതിക്കൂടെ x² = 4 into 1/3y. അതായത് x² = 4/3y. അപ്പൊ ഇനി വേണമെങ്കിൽ എന്താക്കാം, ചിലപ്പോ ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ 3 അങ്ങോട്ട് പോയിട്ടുണ്ടാവും. 3x² = -4y. 3x² - +4y = 0. ഇങ്ങനെയും ചിലപ്പോ പരാബോള ചെയ്തു കേട്ടോ. ഇതാണ് ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ. ഇവിടെ നിങ്ങൾ നിർത്തിയാൽ ഇങ്ങനെ ഒന്നും ആക്കാൻ നിൽക്കണ്ട. മനസ്സിലായ? ഈ ക്വസ്റ്റ്യൻ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏത് പരാബോള ആയിരിക്കും? അപ്പർ പരാബോള. അപ്പർ എങ്ങനെയാ? സോറി റൈറ്റ് ഓർ ലെഫ്റ്റ് പരാബോള ആയിരിക്കും. ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾ ഇനി 10.2 എക്സസൈസിൽ പ്രോബ്ലം ചെയ്ത് നോക്കണേ. എക്സസൈസ് 10.2 2-3 പ്രോബ്ലം ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. Find the equation of the directrix, coordinate of the focus, axis of the parabola and the length of the lactus rectum. 4 മാർക്കിന് വെക്കും. coordinates of the focus, പിന്നെ ബി എത്ര, axis of the parabola, സി എന്താ, ഡയറക്ട്രിക്സ് ഇക്വേഷൻ, അടുത്ത ഡി എന്താ, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ഇത്രയും കാര്യങ്ങളാണ് 4 മാർക്കിന് ചോദിക്കുക. അപ്പോൾ ഒരു ഇക്വേഷൻ തരും, x² = -16y. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, y² = 10x, x² = -9y. 3 ചെയ്ത് നോക്കണേ. ഇനി സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടോ, find the equation of the parabola, satisfy this condition. Vertices തന്നിനി 6, 0. Directrix equation തന്നിനി x = -6. കണ്ടുപിടിക്കൂലേ? ഇത് ചെയ്യണ ഇനി ഒരു ക്വസ്റ്റ്യൻ, vertices 0, 0 വന്നിനി, ഫോക്കസ് -2 വന്നു. ഇക്വേഷൻ ഓഫ് ദ പരാബോള കണ്ടുപിടിക്കണം കേട്ടോ. ഫോക്കസ് 0, -3 ആണ്. ഇവിടെ ഫോക്കസ് ആണ്, സോറി. ഇത്രയും കണ്ടുപിടിക്കണം കേട്ടോ. നമുക്ക് ജെയ്മെയിൻ എന്ന് വെച്ചാൽ വെർട്ടിസസ് ഇല്ലേ, വെർട്ടിസസ് 0-ലല്ല ഉണ്ടാവുക. ജെയ്മെയിൻ്റെ ക്വസ്റ്റ്യനിൽ വെർട്ടിസസ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവുക. നമ്മളിപ്പോ ഇത്രയും കേസ് എന്താ ഒറിജിനിന്റെ കേസാണ് പഠിച്ചത്.
വെർട്ടിസസ് ചെയ്യുന്നതിന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകും, ഒറിജിനിൽ ഷിഫ്റ്റ് ആവും. അങ്ങനത്തെ കേസിലാണ് ഗെയിമിങ്ങിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അതിനൊന്നുമില്ല, ജസ്റ്റ് എന്താ y മൈനസ് ഇവിടെ ഒരു നമ്പർ വരും, അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ ഇക്വേഷൻ എന്താ വരില്ലേ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ax അല്ലേ ഉണ്ടാകും. വെർട്ടിസസ് ഷിഫ്റ്റ് ആകുമ്പോൾ എന്താണെന്ന് അറിയോ, വൈ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് മൈനസ് ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു നമ്പർ ഉണ്ട്, ഇത്രയും ഉണ്ടാവും. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ, എലിപ്സ്. എലിപ്സ് എന്താണെന്ന് അറിയോ, എലിപ്സിന്റെ എലിപ്സിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കും. എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട്, അതിനെന്തോ ഒരു ഫോസൈ എന്ന് പറയും. ഇത് സെന്റർ F2 എന്ന് കൊടുക്കുക, ഫോസി എന്നെല്ലാം പറയും കേട്ടോ, ഫോക്കസ്. മറ്റേനെല്ലാം ഒരു ഫോക്കസ് അല്ലേ ഉള്ളൂ, ഇതിന് മേജർ ആക്സിസ് എന്ന് പറയും. ഇതെന്താ മൈനർ ആക്സിസ്, മേജർ ആക്സിസ്. ഇതാണ് വെർട്ടിസസ്, സെന്റർ. A B എന്ന് പറയുന്നത് വെർട്ടിസസ്, ഓക്കെ അല്ലേ. ഇവിടുന്ന് അടുത്തേക്ക് സി ഉണ്ടാവും, എന്ത് വരും, എന്ത് വരും, ബി. അടയാളപ്പെടുത്തിയ ഇതെന്തോ ടഫായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഇല്ല. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1, ഇങ്ങനെയാണ് എലിപ്സിന്റെ ഇക്വേഷൻ ഉണ്ടാകുക. നിങ്ങൾക്ക് അന്നത്തെ എക്സാമിന് ഇങ്ങനെ എല്ലാം ഉണ്ടായി. ഇങ്ങനെ ഇവിടെ ബി പോവും എന്നിട്ട് ഈ രണ്ട് സാധനം ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അന്നേരം നമ്മൾ എലിപ്സ് മാറ്റണം കേട്ടോ. അപ്പോ ഇതിനെന്തോ ഒരു സാധാരണ ഈടുന്ന ഇടത്തേക്കുള്ള എന്താ മേജർ ആക്സിസിന്റെ പകുതി, അതിനെന്തോ ഒരു സെമി മേജർ ആക്സിസ് ഉണ്ട്. അപ്പൊ ബിക്ക് എന്തോ പറയും, ഒരു ബിക്ക് സെമി മൈനർ ആക്സിസ്. അപ്പൊ ഇത്രയും പറഞ്ഞാൽ അപ്പൊ എ സ്ക്വയർ പ്ലസ് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ വരും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ. അപ്പോ ഇത് കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് കേട്ടോ, കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് സി ആണ് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് എലിപ്സ്. ഇനി എലിപ്സ് മറ്റേ രീതിയിലും തരും സ്റ്റാൻഡേർഡ്. അപ്പൊ എങ്ങനെ മാറും ക്വസ്റ്റ്യൻ, എങ്ങനെ x square by b square plus y square by a square equal to 1. അത്രേ ഉള്ളൂ. മേജർ ആക്സിസ് മൈനർ ആക്സിസ് കുറച്ച് ചെയ്യും. അപ്പൊ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. എയും ബിയും മാറുന്നില്ല, വേറെ എല്ലാം കറക്റ്റ് ആണ്. നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തിനാ ഈ എലിപ്സിന്റെ എല്ലാ ടെർമിനോളജീസും പഠിച്ചതിന് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഒരുത്തം വരെ ഞാൻ പറഞ്ഞു രണ്ട് ഫോക്കസ് ഉണ്ടാവും, ഫോസായി. അപ്പൊ ഇവിടുന്ന് എന്ത് വരും, ഇവിടുന്ന് അടുത്തേക്ക് C0 എന്ന് പറയും, ഇവിടെ മൈനസ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത് ഇത്രയും എഴുതി വെച്ചാ വേഗം എഴുതോ.
ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റ് എങ്ങനെ എലിപ്സിന്റെ കണ്ടുപിടിക്കാം? ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റ് 2b square by a. 2b square by a. അത് പഠിക്കണം, ഇത് വെച്ച് ഇമ്പോർട്ടൻറ്റ്. ഉം. ലാറ്റിസ് റെക്റ്റ് അറിയില്ലേ, ഈ ലെങ്ത്. ഉം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ആ. Find the coordinates of the ഫോസി എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഫോസി എന്ന് പറയാം? രണ്ട് ഫോക്കസ് പോയിന്റ്. ആ, നിങ്ങൾ കെപ്ലർസ് ലോ പഠിച്ചിട്ടില്ലേ, ഗ്രാവിറ്റേഷൻ? ആ. അതിലെന്താ പറയുന്നത്? ഒരു ലൈൻ ജോയിനിങ് ആണെങ്കിൽ എല്ലാ ഏരിയയും ഈക്വൽ ആയിരിക്കും. Kepler's second law, third law അല്ലേ? All the planets are revolving around the sun ആണ്. അപ്പോൾ മേജർ ആക്സിസ് മൈനർ ആക്സിസ് എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടിനായി. അതിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിട്ട് കറങ്ങുന്നുണ്ടാവും. ആദ്യം ഒരിക്കലും പിന്നെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിട്ട് കറങ്ങും. അപ്പൊ എലിപ്സ് നല്ലോണം അറിയണം. അത് രണ്ട് ഫോക്കസ് ഉള്ളതുകൊണ്ടാണ് ഫോസി. മേജർ ആക്സിസ് and the minor axis and the eccentricity. Eccentricity നമ്മൾ പറഞ്ഞ is equal to C by a. അത് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റസ് റെക്റ്റം ഓഫ് ദി എലിപ്സ്. ഇത്രയും കാര്യം കണ്ടുപിടിക്കേണ്ടി വരും. ഇക്വേഷൻ കിട്ടി എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫോഴ്സ് കണ്ടുപിടിക്കണം. പിന്നെ വെർട്ടിസസ്, പിന്നെ മേജർ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 3 സ്ക്വയർ ഈക്വൽ ടു 9. ഫസ്റ്റ് എന്താക്കണ്ടേ? ഈ കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം. അപ്പോൾ ഇത് ഏത് എലിപ്സ് ആണെന്ന് എങ്ങനെ തിരിയാം? എക്സിന്റെ താഴെ ലാർജ് നമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് എലിപ്സ്. സ്റ്റാൻഡേർഡ് എലിപ്സ്. ലാർജ് നമ്പർ ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് എലിപ്സ്. അപ്പോൾ എന്റെ വാല്യൂ ലെങ്ത് കൂടിയില്ലേ? എത്ര? 5. എത്ര? 3. അപ്പോൾ ഫോക്കസ് എങ്ങനെ കണ്ടുപിടിക്കുക? സി കണ്ടുപിടിക്കണം. സി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. എന്താ? 25 മൈനസ് 9 16 അല്ലേ? അപ്പോൾ 4 കിട്ടും. റൂട്ട് 16 എന്ന് വെച്ചാൽ 4. അപ്പോൾ ഫോസി എന്ത് കിട്ടും? ഈ പോയിന്റ് 4,0 മൈനസ് 4,0. ഓക്കെ അല്ലേ? അതിനടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെർട്ടിസസ് എന്ത് ചെയ്യും? ഇത് പറ. എ അല്ല വരാ, പ്ലസ് മൈനസ് 0 പ്ലസ് അല്ല. ഇവിടെ 5,0. ഇവിടെ എന്ത് വരും? മൈനസ് 5 0. ഇവിടെ എന്ത് വരും? ബിന്റെ ടേം എന്താ? 0 3 0 മൈനസ് 3. മനസ്സിലായ? എയും ബി പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിസസ് കണ്ടുപിടിക്കാം. സെന്റർ എന്തായിരിക്കും? ഇത് 0 0. ഇനി ഈസ് ഈക്വൽ ടു സി ബൈ എ. എന്താ ഈസ് ഈക്വൽ ടു എസെൻട്രിസിറ്റി സി ബൈ എ. സി എത്ര? 4. എ എത്ര? 5. എസെൻട്രിസിറ്റി എത്ര? 4/5. ഇതിനടുത്ത് എന്താ കണ്ടുപിടിക്കണ്ടേ? ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസും മൈനർ ആക്സിസും കണ്ടുപിടിക്കാൻ പറയുന്നത്. മേജർ ആക്സിസിന്റെ ഇത് എത്ര? എൽ 2 എ അല്ലേ? എത്ര വരും? 2 into 5 10. ഈ ലെങ്ത് എത്ര? ടോട്ടൽ 5 plus 5
ഇനി മൈനർ ആക്സിസിന്റെ മേജർ 16. മൈനർ ആക്സിസിന്റെ 2b വരും, അതായത് 2 ഇൻറ്റു 3 6. ഓക്കെ അല്ലേ ഈ ലെങ്ത്. ആ ഇനി അടുത്ത് എന്താ ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റും എങ്ങനെ കണ്ടുപിടിക്കാം? 2b സ്ക്വയർ ബൈ 2 a 2 ഇൻറ്റു b എത്ര 3. എത്ര 5 2 ഇൻറ്റു 9. ഓക്കെ അല്ലേ? അപ്പോൾ 18/5 വരും. ഓക്കെ. ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ. Find the coordinates of the foci the vertices and length of the major and minor axis term, eccentricity of the ellipse and eccentricity of ellipse. Equation of the ellipse ഇങ്ങനെ തോന്നി 9x square plus 4y square 36. ഇങ്ങനെ ഇക്വേഷൻ തരാം. ഇങ്ങനെ ആവുന്നതിന് മാറ്റാൻ കഴിയണം. അപ്പൊ നമ്മളെ ജനറൽ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് x square by a square plus y square by b square equal to 1. നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം ആക്കിയിട്ടില്ലേ സ്ട്രെയിറ്റ് ലൈൻ, അതേപോലെ ആക്കാം. അപ്പൊ എന്താക്കണം, ഒരു 36 ആണ്. 36നെ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. LHSഉം RHSഉം ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 1 ആവും. ഇതെന്ത് വരും, ഈ 9 താഴേക്ക് വരും. അപ്പൊ എന്ത് വരും, x square by 36/9 വരും. y square by 36/4 വരും. ഇനി ഇത് ചെറുതാക്കി 36/9 എന്ന് വെച്ചാൽ 4 അല്ലേ? അപ്പൊ x square by 4 പ്ലസ് y square by 9 അല്ലേ? ഇത് ഏത് എലിപ്സാ? സെക്കൻഡ് എലിപ്സ്. ഈ എലിപ്സാ. അപ്പൊ എത്ര വരും? എത്ര? 3 അല്ല. 3 അല്ല, ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണ്ടോ? സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെ വരും. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി. ഇനി എത്ര? 3 വരും. ബി എത്ര? 2. അപ്പോ NC കണ്ടുപിടിച്ചൂടെ? പറ. ഇതല്ലേ 9 മൈനസ് 4 എത്ര വരും? √5 അല്ലേ? അപ്പൊ ഇവിടുത്തെ സിന്റെ വാല്യൂ എത്ര വരും? ഫോക്കസ് ഇത് ഇങ്ങനത്തെ എലിപ്സ് ആയതുകൊണ്ട് സി എന്ത് വരും? 0. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഫോക്കസ് ഇല്ല. അതെന്താ? 0 √5 0 മൈനസ് √5. ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം കണ്ടുപിടിച്ചിട്ട് പോയി പറഞ്ഞു. vertices major x minor x, length of the major x minor x, പിന്നെ eccentricity. കിട്ടിയാ? മേജർ ആക്സിസ് 6,
major x 6. length of the major is 6. Minor axis 4. Eccentricity Root 5/3. 5/3. പിന്നെ major x 6, minor x 4. 4. ഓക്കെ അല്ലേ? എല്ലാം ഇല്ലേ? Vertices 0 + 3. പ്ലസ് ഓർ മൈനസ് 3 എന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റി എഴുതാൻ കഴിയും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എലിപ്സ്. Vertices are plus or minus 13, 0. And 4c plus or minus 5, 0. ഇത് ഏത് എലിപ്സാണ്? ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. Vertices plus or minus 13, 0. 4c plus or minus 5, 0. ഈ എലിപ്സ് അല്ലേ? അപ്പോ 4c എന്ന് വെച്ചാൽ എന്താ? C0 അല്ലേ? പ്ലസ് ഓർ മൈനസ് C0. C എത്ര? 5. Vertices എന്താ? ഇതല്ലേ? എത്ര വരും? 13. അപ്പൊ അതെന്താ? A അല്ലേ? അല്ല, B കണ്ടുപിടിച്ചു. A square is equal to A square plus B square അല്ലേ? അത് ഇക്വേഷൻ A square plus B square C square അല്ലേ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് B square ആണ്. ഓക്കെ അല്ലേ? 13 square minus 5 square. 169 minus 25. ഇത് എത്ര വരും? 144. 12. അപ്പൊ 12 കിട്ടി. അപ്പൊ B12 കിട്ടി. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് എഴുതിക്കൂടെ? അപ്പോൾ ജനറൽ ഇക്വേഷൻ x square by 13 square plus 13 square y square by 12 square equal to 1. അതായത് x square by 169 plus y square by 144 equal to 1. ചിലപ്പോൾ ഇത് ഇപ്പുറം ആക്കിയിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു വേറെ നമ്പർ ആയിട്ട് തരും കേട്ടോ. ഇവിടെ തന്നെ നിർത്തിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എഴുതിയില്ലേ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് തന്നെ 20 ആണ്. ഫോസി ആണ്. ഫോസി എത്ര? 0 പ്ലസ് ഓർ മൈനസ് 5. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം. ഇത് പ്ലസ് ഓർ മൈനസ് ഇത് എത്ര? ഫോസി ഇങ്ങനെ വന്നതിന് ഇതെന്തായിരിക്കും? ഈ പേരാ പോലെ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ചെയ്യൂലേ? സി എത്ര? 5 കിട്ടി. അതായത് ഫോസിന്റെ വാല്യൂ ആണ് സി വരാം. കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത മേജർ ആക്സിസ് എന്ന് വെച്ചാൽ എത്ര? 2a equal to 10. A equal to 10. 2a ആണ് 20 equal to 10. ഇനി ബി കണ്ടുപിടിച്ചൂടെ?
അല്ലേ? അപ്പൊ എന്തായാലും ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ? 75 വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. Find the equation of the ellipse. Major axis along x-axis and passing through the point four comma 3 and -1 4. Equation of the ellipse കണ്ടുപിടിക്കണം. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഏത് ജനറൽ ആയിരിക്കും കേട്ടോ. അപ്പൊ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇനി ഈ രണ്ട് പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ പോയിന്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിന് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. കൊണ്ടുവരുന്നു ഫസ്റ്റ് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? സ്റ്റെപ്പ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 4 സ്ക്വയർ ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബി ആണ്. എയും ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഈ വാല്യൂ ഇട്ട് കൊടുത്ത ഒരു ഇക്വേഷൻ കിട്ടും. രണ്ടാമതൊരു വാല്യൂ ഇട്ട് കൊടുത്തതിനാൽ വേറെ ഇക്വേഷൻ കിട്ടും. അത് രണ്ട് സോൾവ് ചെയ്താൽ എയും ബി അൺനോൺസ് ആണ്. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എയും ബി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊരു 16 ബൈ എ സ്ക്വയർ പ്ലസ് 9 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? അടുത്ത ഇക്വേഷൻ ഇക്വേഷൻ 1. സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ -1 4 എന്ന് പറഞ്ഞ വാല്യൂ ഇതിലേക്ക് ജനറൽ ഇട്ട് കൊടുക്കുക. കൊണ്ടുവരും 1 by a square 16 by b square equal to 1 അല്ലേ? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. നമുക്ക് താഴത്തെ ഇക്വേഷൻ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? ഇക്വേഷൻ 2 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 16 എ സ്ക്വയർ പ്ലസ് 16 into 16 divided by ഇത് പണ്ട് പഠിച്ചിട്ടില്ലേ 9ാം ക്ലാസ്സിൽ? രണ്ടാം നോൺ സോൾവ് ചെയ്യണ്ടേ? അത് പഠിച്ചിന്. രണ്ടാം നോൺ എങ്ങനെ സോൾവ് ചെയ്യാം? ഈ ഒന്നാമത്തെ കോഎഫിഷ്യനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യും. ഇല്ലേ? അപ്പൊ ഇതിനെന്താക്കിയാ മതി? ഇതിനെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് ഈ എയും കട്ടായി പോകും, ബി കിട്ടുമായിരുന്നു. മനസ്സിലായോ? അതായത് 3 മൈനസ് ഇക്വേഷൻ 1 ചെയ്താൽ മതി. 3 മൈനസ് ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇത് രണ്ട് കട്ടായി 16 into 16 by b square minus 9 by b square equal to 16 minus 1. ഓക്കെ അല്ലേ? ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2 ചെയ്താൽ മതി. അപ്പൊ ഇതെന്ത് വരും? ഇവിടെ 15 വരും. ഇത് എത്ര വരും? ഇത് സോൾവ് ചെയ്യുമ്പോൾ 16 into 16 എത്ര വരും? 2. കാൽക്കുലേറ്ററിൽ ഒന്ന് പെട്ടെന്ന് ചെയ്തു.
കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇതുണ്ടല്ലോ ഒരു ഓപ്ഷൻ. കാൽക്കുലേറ്റർ ഉണ്ട്. ത്രെഡ് b square equal to 247 by 15 by അതായത് b is equal to ഓക്കെ അല്ലേ? ഇതിന്റെ വാല്യൂ അങ്ങനെ കിട്ടി. അതേപോലെ ഇതിന്റെ വാല്യൂ ഇത് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. എന്റെ വാല്യൂ എന്താക്കാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വാല്യൂ ഇതിലേത് ചെറിയ ഇക്വേഷൻ, ഇത് ഒന്നാമത്തെ അല്ലേ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ല, രണ്ടാമത്തെ ചെറിയ ഇക്വേഷൻ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എത്ര കിട്ടിയ 247 by 15 1 by a square (16 by 247 by 15 equal to 1. ഇത് ചെയ്യുമ്പോൾ കിട്ടും 1. into 16 1 by a square plus 240 by 247 equal to 1. Okay, അപ്പം 1 by a square എന്ന് വെച്ചാൽ 1 minus 240 by 247. 247 minus 240 divided by 247. a square എന്നുള്ളത് എന്തോ തലതിരി 7 by ഇതല്ലേ വരാം. a square എത്ര വരും? 247 by 7 വരും. a സ്ക്വയറും b സ്ക്വയറും കിട്ടി. നേരെ ഇട്ട് കൊടുത്താൽ മതി. a സ്ക്വയർ എത്ര? 247 by y square by b square. b square എത്ര? 247 by 15. കുറച്ച് ലെങ്ത് ഇപ്പോൾ 7 by ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ ഇക്വേഷൻ. ഇക്വേഷൻ 10 മിനിറ്റ് കൂടി സമയം ഉണ്ടാവും. നമുക്ക് ഹൈപ്പർബോളയും കൂടി എടുക്കുക. ടൈം ഉണ്ടോ? അപ്പൊ ഈ എക്സസൈസ് 10.3 എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം. നമ്മളെല്ലാം പ്രോബ്ലം ചെയ്തു. എക്സസൈസ് 10.3 ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഹൈപ്പർബോള നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകും അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. 10.3, 10.2, 10.1 കേട്ടോ. എക്സസൈസിൽ ഏതെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇങ്ങനത്തെ എന്തായാലും ഇതിനൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡപ്പ് ചെയ്യും.